രാമ രാമ രാമ. കർക്കിടകം വറുതി പിടിമുറക്കുന്ന ആടിമാസം സനാതന വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യമാസമാണ്. പൊതുവെ കേരളീയരാണ് കർക്കിടക മാസത്തെ വളരെ ശ്രദ്ധയോടെ ഭക്തിപൂർവ്വം ആചരിച്ചു വരുന്നത്. നമുക്ക് കർക്കിടകം എന്ന പഞ്ഞമാസം രാമായണ മാസമാണ്. കർക്കിടകത്തിന്റെ ഓരോ പ്രഭാതവും നാം രാമായണ ശീലുകളാൽ ഭക്തിസാന്ദ്രമാക്കുന്നു. രാമായണ പാരായണത്തിനും നാലമ്പല ദർശനത്തിനുമായി ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. രാമന്റെ അയനമാണ് രാമായണം. കർക്കിടകം ഭൂമിയെ നനയ്ക്കുന്ന കാലമാണിത്. തിരിമുറിയാതെ പെയ്യുന്ന മഴ ഭൂമിയെ തണുപ്പിക്കുമ്പോൾ ഉൾത്താപം കുറയ്ക്കുവാനും മനസ്സിനെ സത്ചിന്തകളിലേക്ക് നയിക്കുവാനുമാണ് രാമായണം വായന. രാമന്റെ ധർമ്മസങ്കടത്തിലൂടെ സീതാദേവിയുടെ കഠിന ദുഃഖത്തിലൂടെ പാരായണം ചെയ്യുന്ന വ്യക്തിയും അയനം നടത്തുന്നു. മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഭാര്യയും ഭർത്താവും സുഹൃത്തും രാജാവും പ്രജയുമൊക്കെ എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും മഹാകാവ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്ന പൂർവീക ആചാരത്തിന് പിന്നിൽ നിരവധി വസ്തുതകൾ ഉണ്ട്. സൂര്യൻ ദക്ഷിണായന രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് അതിൽ ഒന്ന്. ദക്ഷിണായനം ദേവന്മാരുടെ രാശിയായാണ് കരുതപ്പെടുന്നത്. ആധ്യാത്മിക അർത്ഥത്തിൽ ദേവൻ എന്നുള്ളത് ജീവജാലങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. ദേവന്മാർ ദക്ഷിണായനത്തിൽ നിദ്ര കൊള്ളുന്നു എന്ന വിശ്വാസത്തിൽ ജീവജാലങ്ങളിലെ ചൈതന്യലോപം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ജലരാശിയായി കരുതപ്പെടുന്ന കർക്കിടകത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യന് ഹാനി സംഭവിക്കുന്നു എന്നാണ് പൂർവിക വിശ്വാസം. സൂര്യന് സംഭവിക്കുന്ന ഈ ബലക്ഷയം ജീവജാലങ്ങളെ എല്ലാം ബാധിക്കുന്നു. ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ രാമായണ പാരായണം വിധിച്ചിരിക്കുന്നു. കർക്കിടകം 1 മുതൽ രാമായണം വായന തുടങ്ങി മാസം അവസാനിക്കുമ്പോഴേക്കും തീർക്കണം എന്നാണ് സങ്കല്പം. കർക്കിടകത്തിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ രാമായണ പാരായണം മാത്രം മതിയെന്നാണ് വിശ്വാസം. മറ്റെല്ലാ ഹൈന്ദവ ആചാരങ്ങളും എന്ന പോലെ സ്നാനം, ഭസ്മധാരണം, ചന്ദനം തൊടൽ മുതലായവ ചെയ്ത ശേഷം ഏകാഗ്രചിത്തനായി ഇരുന്ന് രാമായണ പാരായണം ആരംഭിക്കാം. ഉഷസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ എന്നീ 3 സന്ധ്യകളിലും രാമായണം വായിക്കരുത് എന്നാണ് വിശ്വാസം. പാരായണം ചെയ്യേണ്ടതിനും ചില വിധികളുണ്ട്. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദർശനമായി ആണ് പാരായണം ചെയ്യേണ്ടത്. കീറിയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ രാമായണം സാധാരണ പാരായണത്തിനായി ഉപയോഗിക്കാറില്ല. ഗ്രന്ഥം തറയിൽ വയ്ക്കാറില്ല. പീഠത്തിലോ പലകയിലോ ആണ് സാധാരണ വയ്ക്കാറുള്ളത്. ബാലകാണ്ഡത്തിലെ ശ്രീ രാമരാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം രാമായണ പാരായണം ആരംഭിക്കേണ്ടത്. ഏതൊരു ഭാഗം വായിക്കുന്നതിന് മുമ്പും ബാലകാണ്ഡത്തിലെ ഈ ഭാഗം പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. ശ്രേഷ്ഠകാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്ത് നിന്നും ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കുന്നതാകും ഉത്തമം. വടക്കേ മലബാറിൽ രാവിലെ ദശപുഷ്പങ്ങൾ വെച്ച് ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് എതിരേൽക്കുന്ന ചടങ്ങും ഈ പുണ്യമാസത്തിൽ നടക്കുന്നു. രാവിലെ കുളിച്ച് വീട് വൃത്തിയാക്കി വിളക്ക് കൊളുത്തി കിണ്ടിയിൽ വെള്ളവും തുളസിക്കതിരും വെച്ച് താലത്തിൽ ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും രാമായണവും പുതുവസ്ത്രങ്ങളും വയ്ക്കുന്നു. വൈകിട്ടേ ഇവ എടുത്തു മാറ്റാറുള്ളൂ. രാമായണ മാസ കാലയളവിൽ എല്ലാ ദിവസവും ഇത് തുടരുന്നു. കേവലം ഭൗതിക ജീവിതത്തിലുപരിയായി ആധ്യാത്മിക ജീവിതത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ് പൊതുവെ ഭാരതീയർ. പരമമായ ലക്ഷ്യം സ്വകർമ്മത്തിലൂടെ മോക്ഷം നേടുന്നതിനായുള്ള ഉപായം കണ്ടെത്തുക എന്നതാണ്. ഈ ഹൈന്ദവ വിശ്വദർശനം വിളങ്ങി നിൽക്കുന്ന മഹാകാവ്യമാണ് രാമായണം. രാമന്റെ മഹാ അയനമാണ് രാമായണം. ആദ്യ കാവ്യമായ രാമായണത്തിന് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ജനമനസ്സിനെ രഞ്ജിപ്പിക്കുവാനും ആത്മസംതൃപ്തി നൽകുവാനുമുള്ള അഭൗമ ശക്തിയുണ്ടെന്നതിന് തെളിവാണ് കർക്കിടക നാളുകളിൽ ഹൈന്ദവ ഭവനങ്ങളിൽ നിന്നുയരുന്ന രാമായണ ശീലുകൾ. മഹാവിഷ്ണുവിന്റെ സപ്തമാവതാരമായ ശ്രീരാമചന്ദ്രന്റെ ജീവിതയാത്രയാണ് ശ്രീരാമായണം. മാതൃകാ പുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്രൻ. പിതൃപുത്ര ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, സോദര ബന്ധം, സുഹൃത്ത് ബന്ധം, രാജാപ്രജാബന്ധം എന്നിങ്ങനെ പ്രാതിനിധ്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങളുടെ തെളിമയാണ് രാമായണം. രാമായണം വെറുമൊരു കാവ്യമല്ല. മനുഷ്യനെന്ന നിലയിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിതം നേരിടുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് വ്യത്യസ്ത ജീവിത കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന മാനവർക്ക് ആദ്യ കാവ്യം പകർന്നു നൽകുന്നു. ശരിയായ ധർമ്മപരിപാലനത്തിനിടെ വിഘ്നങ്ങൾ സ്വാഭാവികമാണെന്നും ആത്യന്തികമായ വിജയം ധർമ്മപരിപാലനത്തിലാണെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. രാജാവിനും പ്രജയ്ക്കും പ്രകൃതിക്കും നിയമം ഒരുപോലെ എന്നതിൻ്റെ സൂചനകൾ രാമായണത്തിൽ പലയിടത്തും കാണാം. ഈ തിരിച്ചറിവ് ആദർശ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു.
വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്നിങ്ങനെ വിവിധ തലങ്ങളിലെ പാരസ്പര്യത്തിന്റെ ആകത്തുക കൂടിയാണ് രാമായണം. ജീവിത പന്താവിലെ ഉയർച്ചകളും താഴ്ചകളും നേരിടുന്നതിന് നാം എപ്രകാരം സജ്ജമായിരിക്കണമെന്ന് രാമന്റെ അയനം നമുക്ക് പാഠം നൽകുന്നു. ഉത്തരവാദിത്തം, ധർമ്മം, ദയ, കോപം, വാത്സല്യം, ദീനാനുകമ്പ, എടുത്തുചാട്ടം തുടങ്ങിയ ഇന്ദ്രിയ സഹജമായ വികാരങ്ങളും പ്രവൃത്തികളും നിരവധി വ്യക്തികളിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയും രാമായണം നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്നു. രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠവും സുന്ദരവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് സ്വാമി വിവേകാനന്ദൻ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമസ്തേ ജഗത്പതേ സീതാപദേ, നമസ്തേ ദേവപദേ വേദപദേ, രാമ 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 രാമ.